ദൈവം സഹായിച്ച് ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രതീക്ഷയിലപ്പുറമായിട്ട് അവർ അത് നന്നായിട്ട് ചെയ്തു നന്നായിട്ടുണ്ട്. നമ്മുടെ ആവശ്യം പോലെ തന്നെ അവർ ചെയ്തു. കേരളത്തിൽ എവിടെയും ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓൾറെഡി എവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്? നമുക്ക് ഓൾ കേരള വർക്ക് നടക്കുന്നുണ്ട്. ഡോർസ് ആൻഡ് വിൻഡോസിന്റെ ഫ്രെയിം ഒക്കെ നമ്മൾ സ്റ്റീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റീലാണ് സ്റ്റീൽ ചെയ്തിട്ട് അതിൽ വുഡ് പെയിന്റിംഗിൽ ആർട്ട് വർക്ക് ചെയ്തതാണ്. ഒക്കെ നമ്മൾ ISI സർട്ടിഫൈഡ് കമ്പികൾ തന്നെയാണ്. പിന്നെ വയറ് കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വിഗാർഡാണ്. അലുമിനിയം ഫാബ്രിക്കേഷനാണ് നമ്മൾ കിച്ചൺ, വാർഡ്രോബ്. 3 റൂമിൽ വാർഡ്രോബ് വരും. അതുപോലെ TV യൂണിറ്റ് വരും. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് എന്ന് പറയുമ്പോൾ ഒരുപാട് രീതിയിലുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ലിസ്റ്റ് ഒക്കെ ആദ്യം നിങ്ങൾ കൊടുക്കുമല്ലോ? തീർച്ചയായിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം കൊടുക്കും. നമ്മളൊരു മിനിമലിസ്റ്റിക് ആയിട്ട് ജിപ്സം ഒഴിവാക്കിയിട്ട് തന്നെ ജിപ്സം ഫീലിംഗ് കൊണ്ടുവരാം. അതെ, സ്ലാബിന്റെ ടൈമിൽ തന്നെ ഇലക്ട്രിക്കൽ പോയിന്റ് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഹായ് ഫ്രണ്ട്സ്, ഒരു വീട് വെക്കാൻ എത്ര സ്ഥലം വേണം, എത്ര രൂപ വേണം എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ഒരു കാലത്ത് ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന വീടുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തി. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 ബെഡ്റൂമും 3 ബാത്റൂമും അടിപൊളി ഹാളും സിറ്റ് ഔട്ടും കിച്ചണും എല്ലാം ഉള്ള ഒരു വീട് വെറും 27 ലക്ഷം രൂപക്ക് നിർമ്മിച്ചതാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ടീം വൈറ്റ് മൂവാറ്റുപുഴ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ വീടിന്റെ കാഴ്ചകൾ കാണിക്കാനാണ്. വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. നമ്മുടെ കൂടെ വീട്ടുകാരാണുള്ളത്. ഹൗസ് ഓണേഴ്സ് ഗോഡ്ലി ചേട്ടനും അതുപോലെ ഡയാന ചേച്ചിയും പിന്നെ ഏഞ്ചൽ ആൻസൺ. ഓക്കെ, വീട് ഭംഗിയായിട്ടുണ്ട്. ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു വീട്ടിൽ 3 ബെഡ്റൂമും 3 ബാത്റൂമും ഉണ്ട് അല്ലേ. അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്, അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ കുറേ സമയം എടുത്തു ഇതിന്റെ വർക്കിന്? ഇല്ല, നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം അത് തീർന്നു ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി കാലാവസ്ഥയുടെ ആയിട്ടുള്ള പ്രതികൂലം വന്നിട്ടുള്ളത് ബുദ്ധിമുട്ടല്ലാതെ ബാക്കി ഒരു കാര്യത്തിനും അങ്ങനെ ഡിലേ വന്നിട്ടില്ല. മെറ്റീരിയലുകളെല്ലാം അവർ പറഞ്ഞ് നമ്മളോടൊക്കെ ചോദിച്ചു പറഞ്ഞിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി ഭാര്യയോട് ചോദിക്കാലോ, എങ്ങനെയുണ്ട് അകത്തുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ? കിച്ചൺ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. നമ്മുടെ ആവശ്യം പോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ ഇവരോട് ചോദിക്കാലോ, ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതായിരിക്കും? പാഷ്യ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചെറിയ ഒരു 1400 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള വീടാണ്. ഇതിനകത്ത് ഇനി എക്സ്ട്രാ പാഷ്യോ കൂടി ഉണ്ട് അല്ലേ. എല്ലാം മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? മുറി, ബെഡ്റൂം ആണ് അല്ലേ. ഇവർക്ക് സെപ്പറേറ്റ് ബെഡ്റൂം കൊടുത്തോ? അതാണ് അവന് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ടീം വൈറ്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് അവിടെ വർക്ക്? നേരിട്ട് ആദ്യം തന്നെ അങ്ങ് ചോദിക്കാലോ. നല്ല വർക്കായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ദൈവം സഹായിച്ച് ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രതീക്ഷയിലപ്പുറമായിട്ട് അവർ അത് നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു സ്വപ്നം പോലെ തന്നെ ടീം വൈറ്റിൻ്റെയും ഒരു സ്വപ്നമാണ്. ഇതുപോലുള്ള സ്വപ്നങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് നടത്തണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് അവർക്കൊരു പ്രചോദനം അല്ലേ. നിങ്ങൾക്ക് പ്രചോദനം വന്ന നമ്മുടെ ഒരു വീഡിയോ ആണെന്നാണ് നേരത്തെ പറഞ്ഞത്. അതെ, ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ഒരു വീഡിയോ ആ സമയത്ത് കണ്ടിരുന്നു. ടീം വൈറ്റ് ഏതാണെന്ന് നമുക്ക് അറിയില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താണ് സൈഫുദ്ദീൻ. അവർ വന്ന് നമുക്ക് 2 സ്ഥലം ഉണ്ടായിരുന്നു, അത് 2 കണ്ട് അപ്പോൾ ഇത് ഫൈനലൈസ് ചെയ്ത് അങ്ങനെ ഇവിടെ നമ്മൾ ചെയ്യുമായിരുന്നു. ഈ ഒരു വീട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ഈ ഭംഗിയുള്ള വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സിറ്റ് ഔട്ട് ഉണ്ട്, റൂമുകളൊക്കെ ഉണ്ട്. എന്തൊക്കെ മെറ്റീരിയലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമ്മള് ഡോർസ് ആൻഡ് വിൻഡോസിന്റെ ഫ്രെയിം ഒക്കെ നമ്മൾ സ്റ്റീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ ചെയ്തിട്ട് അതിൽ വുഡ് പെയിന്റിംഗിൽ ആർട്ട് വർക്ക് ചെയ്തതാണ്. ഓക്കെ, പിന്നെ വിൻഡോന്റെ അലൂമിനിയം വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡോർ വുഡ് തന്നെയാണ്. വിൻഡോന്റെ ഷട്ടർ അലൂമിനിയം ആണ്. അപ്പൊ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം സിമെന്റ് കട്ടിലയാണ്. അല്ല, ഇത് സ്റ്റീൽ തന്നെയാണ്. ഓക്കെ, അതുപോലെ ഈ സൈഡിലേക്കും അങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഇവിടെ നമ്മളൊരു ക്ലാ ഡിസൈനിലുള്ള ഒരു ടൈലാണ്. 4x2 ടെക്സ്ചർ ഡിസൈൻ ആയിട്ടുള്ള ടൈലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാവും, നമ്മളിങ്ങനെ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ എന്ത് മെറ്റീരിയലാണ് അതിൽ ഉപയോഗിച്ചതെന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനകത്ത് സാധാരണ അറിയുന്ന പോലെ അവിടെ അവൈലബിൾ ആയ കല്ലാണോ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് ആണോ അവൈലബിൾ? അത് കൊടുക്കും. ചെങ്കൽ തന്നെയാണ് അവൈലബിൾ ആണ്. അതുപോലെ സിമെന്റും ആണ്, എംസാൻഡ് ഇതൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ കമ്പികളൊക്കെ കമ്പികൾ തന്നെയാണ്. പിന്നെ വയറ് കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള വിഗാർഡാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്ക് നിങ്ങൾ ആ ഡീറ്റെയിൽ ആദ്യം കൊടുക്കുമല്ലോ അല്ലേ? ഏതൊക്കെ മെറ്റീരിയലാണ് ചെയ്യാൻ നമ്മൾ അഗ്രിമെന്റ് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് തന്നെ കൊടുക്കും അല്ലേ? ഓക്കെ. ഇവിടെ ഗ്രാനൈറ്റ് ആട്ടോ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ടൈലുകൾ യൂസ് ചെയ്ത് ബാക്കിയുള്ള ഫ്ലോറിംഗും ചെയ്യും. ഫ്ലോറിംഗ് 4x2 ടൈല്, ഇത് നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റ്. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് സജഷനുകൾ നിങ്ങളുടേതായ രീതിയിലൊക്കെ കൊടുക്കാം അല്ലേ? കളർ മാറ്റണമെങ്കിലോ ക്ലയന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം, അകത്തുള്ള കാഴ്ചകൾ കാണാം. ഈ മനോഹരമായിട്ട് വീടിന്റെ ഇന്റീരിയറിലാണ് ഉള്ളത്. നല്ല ടൈലുകൾ കൊടുത്ത് 4x2 അല്ലേ? 4x2 ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഐവറി ആണ്, എൻഡ്ലെസ് ആണ്. അതാണ് ഈ ഒരു ഭംഗി കിട്ടിയിരിക്കുന്നത്. സീലിംഗിലൊക്കെ ലൈറ്റ് കാണാം. ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ ഇന്റീരിയർ വരുന്നില്ല അല്ലേ? ഇന്റീരിയർ മീൻസ് കബോർഡ് വർക്ക് കാര്യങ്ങൾ അല്ലാത്ത ബാക്കി വീടിന്റെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ലൈറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഈ ഹാൻഡ് റെയിലുകൾ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? സ്റ്റെപ്പ് ഇതെല്ലാം വരുന്നതാണ്. പകരം ഇതുപോലുള്ള യൂണിറ്റുകളൊന്നും വരുന്നില്ല എന്നുള്ളൂ. ഇത് അതേപോലെ വാർഡ്രോബ്സ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ എടുത്ത് പറയാൻ അവർ കൺഫ്യൂഷൻ വരേണ്ട അല്ലേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ചിലരെങ്കിലും നെഗറ്റീവായിട്ട് കമന്റിൽ പറയും, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അത്ര ആവില്ല എന്നൊക്കെ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്താൽ മതി. കാരണം വീടില്ലാത്ത ആൾക്കാർക്ക് അതൊരു യൂസ്ഫുൾ ആണ്. ഈ ഒരു വലിയ ഹാളിൽ ഇവിടെയാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയായിരുന്നു, ചെറിയ വീടാണെങ്കിലും ഇതുപോലുള്ള ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ് അല്ലേ? ഇത് നിങ്ങൾ ചെയ്ത് കൊടുത്തു തന്നെ ആയിരിക്കും അല്ലേ? നല്ലൊരു അലൂമിനിയത്തില് അൾജീരിയനിൽ ഇതാ നല്ലൊരു ഡോർ കൊടുത്തിരിക്കുകയാണ്, സ്ലൈഡിംഗ് ഡോർ. ഒരു പാഷ്യോയിലേക്കുള്ള എൻട്രി ആണ്. അതാണ് ഇവിടുന്ന് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണല്ലോ അത് അല്ലേ? ഇവിടേക്കുള്ള ഒരു വഴിയാണ് നമ്മൾ ഭംഗിയാക്കി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയും ഒരു എൻട്രി പോലെ തന്നെ പെബിൾസ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട്ടിലേക്ക് ബാക്കിലൂടെ എങ്ങനെ എൻട്രി ചെയ്യാനുള്ള ഒരു പാസേജ് ആണ്. ഈ കർട്ടൻസ് നിങ്ങൾ കൊട്ടേഷനിൽ വരുന്നതല്ലോ അല്ലേ? ഇല്ല, കർട്ടൻസ് നമ്മൾ അഡീഷണൽ അതായത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ വർക്ക് ഇന്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് അഡീഷണൽ ആയിട്ട് ഒരു 5 lakhന്റെ ഉള്ളിൽ മൊത്തം ഇന്റീരിയർ ചെയ്തു അല്ലേ? ഇതിനകത്ത് കിച്ചൺ വരുമോ? കിച്ചൺ ഒന്ന് കണ്ടാലോ? ഇതാണ് കിച്ചൺ, ഭംഗിയുള്ള കിച്ചൺ, സിമ്പിൾ കിച്ചൺ, ഐവറി കളർ ടോണിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തു. ഇത് നിങ്ങൾ പറഞ്ഞ 5 ലക്ഷത്തിൽ ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും. അതെ, നമുക്ക് വാർഡ്രോബ്സ്, കിച്ചൺ വർക്ക്, അങ്ങനെയുള്ള അലുമിനിയം ഫാബ്രിക്കേഷനാണ് നമ്മൾ കിച്ചൺ, അതേപോലെ വാർഡ്രോബ്സ് ചെയ്തത്. 3 റൂമിൽ വാർഡ്രോബ് വരും. അതുപോലെ TV യൂണിറ്റ് വരും. പിന്നെ വാഷ് ബേസിനുകൾ എല്ലാം. പിന്നെ ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ കുറെ കണ്ടു ഞാൻ അവിടെ. ആവശ്യങ്ങളാണ് പല സ്ഥലത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണില് അത്യാവശ്യം ഡോർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു അല്ലേ? 1-2 എക്സ്ട്രാ ആക്സസറി ആയിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തു. അതെല്ലാം ഇതിനകത്ത് വന്നു. അങ്ങനെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. ഇനി വർക്ക് ഏരിയ ഉണ്ടോ? ഇതിന്റെ വർക്ക് ഏരിയ ഉണ്ട്. നമ്മൾ 1400 സ്ക്വയർ ഫീറ്റ് ആട്ടോ, 1450 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. അതിൽ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു. നല്ല മൊറോക്കൻ ടൈലൊക്കെ ആണ് അണ്ടർ കൗണ്ടർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ? GTBT ഒക്കെ നിങ്ങൾ അതിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസ് ഇവിടെയും കിട്ടി. അപ്പോൾ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ചെറിയ ഫാമിലിക്കുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ പോരാ, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈറ്റുകളൊക്കെ കുറെ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കും, സീലിംഗ് ചെയ്തതുപോലെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് കോൺക്രീറ്റിൽ ചെയ്യുന്നില്ല? നമ്മളൊരു മിനിമലിസ്റ്റിക് ആയിട്ട് ജിപ്സം ഒഴിവാക്കിയിട്ട് തന്നെ ജിപ്സം ഫീലിംഗ് കൊണ്ടുവരാം. അതെ, സ്ലാബിന്റെ ടൈമിൽ തന്നെ ഇലക്ട്രിക്കൽ പോയിന്റ് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ സീലിംഗ് ഡിസൈൻ വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാവരും സിമ്പിൾ സീലിംഗ് ആണ് താല്പര്യപ്പെടുന്നത്. ഇതായിരിക്കും മാസ്റ്റർ ബെഡ്റൂം അല്ലെ? മാസ്റ്റർ ബെഡ്റൂമിലാണുള്ളത്. അപ്പൊ ഇതാ അടിപൊളിയായിട്ടുള്ള ഒരു മാസ്റ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് എത്രയാണ് വരുന്നത്? ഇത് ഏകദേശം ഒരു 3.5 3.5 മീറ്റർ നീളവും ഒരു 3.5 മീറ്റർ വീതിയും വരുന്നുണ്ട് അല്ലെ? 4-2 ടൈൽ തന്നെയാണ് കണ്ടിന്യൂസ് എല്ലാ ബെഡ്റൂംസും ഏകദേശം ആ ഒരു ചെയ്തത്. ഇപ്പൊ ബാത്റൂമിൽ നിങ്ങൾ അഡീഷണൽ ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് ഈ ഒരു ഏരിയയിൽ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ ബാത്റൂം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഫസ്റ്റ് കൊട്ടേഷനിൽ വന്ന സംഭവം തന്നെയായിരിക്കും. ഇതിനകത്ത് ടൈലുകളാണെങ്കിലും ഫ്ലോറും 4x2 കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ക്ലോസറ്റ് ഒക്കെ സ്യൂട്ട് ടൈപ്പ് ആണ്. ഇവിടെ വാഷ് ബേസിന് ചെറിയൊരു മിറർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ ചെറിയ വീടുകൾ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നുണ്ടാവുമല്ലോ? ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് വീടുകളുടെ ഒരു ലിസ്റ്റ് തന്നെ വരെയുണ്ട് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ റൂം. റൂമിലേക്ക് കയറുമ്പോൾ ഈ ഡോറിനെ കുറിച്ച് ഒന്ന് പറയണം. ഈ വീട്ടിലെ മൊത്തം ഡോറുകൾ ഇതുപോലെ മെറ്റലിൽ കൊടുത്ത് പെയിന്റ് ചെയ്തതും അതുപോലെ അഡീഷണൽ മെമ്പറൈൻ ഡോർസും ആണ്. 10 year വരെ വാറണ്ടി കിട്ടുന്നതാണ്. ഇതൊരു കുട്ടികളുടെ റൂമാണ്. ഇതിന്റെ സൈസ് ഏകദേശം 3.5 തന്നെയാണ്. ഏകദേശം 3.5 ആ ഒരു സൈസിൽ തന്നെയാണ്. എല്ലാ ബെഡ്റൂമും ഒരു
3.5 into 3.5 ആണ്. ഓക്കെ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് അത് ധാരാളം. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു യൂണിറ്റ് കാര്യങ്ങൾ മിറർ എല്ലാം ഇതിനകത്ത് വന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ റൂമുകൾ. ബാത്റൂം 3 റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ റൂമിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ക്രീം കളർ ടൈലും അതുപോലെ അതിൻ്റെ സെയിം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വാൾ ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വാർഡ്രോബ് കാണാം. ഇതും 3.5 ആണ് സൈസ് വരുന്നത്, അതായത് 3.5 by 3.5 മീറ്ററിൽ പറയുകയാണെങ്കിൽ അല്ലേ. ഇതിലേക്ക് ബാത്റൂം വരുമ്പോൾ ഒരു ഗ്രീൻ കളർ ഷെയ്ഡുള്ള ടൈലുകളും അതുപോലെ സാനിറ്ററി ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. മിറർ അതുപോലെ വാഷ് ഏരിയ ഇത് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ടൈൽ തന്നെയാണല്ലോ അല്ലെ കൊടുത്തിരിക്കുന്നത്. വുഡൻ ടൈലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ നിലയിലുള്ള ഭംഗിയുള്ള ഒരു വീടാണ് ഇവർ ടീം വൈറ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വീടുകൾ വേണമെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യട്ടെ. എത്ര രൂപ മുതൽ നിങ്ങൾക്ക് ചെറിയ വീടുകൾ ചെയ്തു കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് നമ്മളെ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും ഒരു 700 സ്ക്വയർ ഫീറ്റ് മുതൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ, പിന്നെ പ്രീമിയം കാറ്റഗറി നമ്മൾ 3000 സ്ക്വയർ ഫീറ്റ് ആ ഒരു ലെവലുള്ളതാണ് പ്രീമിയം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭംഗിയുള്ള ഈ വീട് കണ്ടു. ഇതുപോലെ ഒരുപാട് വീടുകൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മളെ വ്യൂവേഴ്സിന് അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ നിർമ്മിക്കണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തൂടെ അല്ലേ? നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവരുടെ സൈറ്റുകൾ കാണണമെങ്കിൽ ഒരുപാട് കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് ഇപ്പോൾ ഉണ്ട്. ഓഫീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓഫീസ് മലപ്പുറം, മഞ്ചേരി, ഇളയൂർ എന്നുള്ള ടൗണിലാണ്